അപ്പോ ഇദ്ദേഹം പിന്നെ പ്രേമരാജ് എന്നാണ് പേര് അല്ലേ? അതെ സാർ. കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞോളൂ. അതെ അതെ അതെ. പിന്നെ എവിടെയാ സ്ഥലം പറഞ്ഞ? എന്റെ വീട് കണ്ണൂർ കൂത്തുപറമ്പാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലാണ് വീട്. അതെ. അപ്പൊ കുറെ കാലം ജോലി ചെയ്തിരുന്ന 32 years. 32 കൊല്ലക്കാലം ഇന്ത്യൻ മിലിറ്ററിയിലായിരുന്നു. അതെ അതെ. ഇന്റലിജൻസ് ഓഫീസർ അല്ലേ? അതെ. അപ്പൊ ഇന്റലിജൻസ് ഓഫീസറായിട്ട് ഇന്ത്യ മുഴുവനും അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂറിൻ തെറാപ്പിയുമായിട്ട് ഇപ്പോ താങ്കൾക്കുണ്ടായിരുന്ന ഒരു അനുഭവങ്ങൾ ഒന്ന് പറയാം സാർ. ഞാൻ ഏകദേശം 2020 ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പാലക്കാടുകാരൻ. അദ്ദേഹം ഇങ്ങനൊരു കാര്യം പറഞ്ഞു, യൂറിൻ തെറാപ്പി എന്നൊരു സംഭവമുണ്ട്. ഒരു വട്ടോളിയിലെ സാറാണ് അതിൻ്റെ പ്രധാന ആളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു വയറ്റിൽ. എന്തായിരുന്നു പേര് അദ്ദേഹത്തിന്റെ പേര് വിശ്വനായിരുന്നു. വിശ്വൻ. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കൂടെ പിന്നെ എനിക്ക് നല്ല പരിചയമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പരീക്ഷണം നടത്താൻ. എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം? വയറ്റില് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വൊമിറ്റിംഗ് ആവുക. മിക്കവാറും പല മരുന്നുകൾ കഴിച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം പൂർണ്ണമായിട്ട് മാറി സാർ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് ചെറിയൊരു അറിവേ ഉണ്ടായിരുന്നുള്ളൂ. സാറ് പറഞ്ഞ മാതിരി ഈ മൊറാർജി ദേശായി കഴിക്കുന്നുള്ള ആ ഒരു അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു 15 വർഷമായിട്ട് BP യുടെ അസുഖം, ഇയർ ബാലൻസും, പിന്നെ കുറേ നേരം നിൽക്കുകയാണെങ്കിൽ എനിക്ക് കാലിന് നീര് വരുമായിരുന്നു. അപ്പോൾ ഞാനൊരു പരീക്ഷണാർത്ഥം നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെയും രാത്രിയും കഴിക്കാറുണ്ടായിരുന്നു, 2 ടൈം. എനിക്ക് കഴിക്കുമ്പോഴങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ആദ്യത്തെ ഒരു ദിവസം സ്റ്റാർട്ടിങ് ആ 1 ഡേ മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും പൊരുത്തപ്പെട്ടു. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 15 വർഷമായിട്ടുള്ള BP എനിക്കൊരു 2 വർഷം മുമ്പ് പെട്ടെന്ന് BP ഡൗൺ ആയി. ഒരു 110/70 വന്നു. യൂറിൻ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണോ? യൂറിൻ കഴിച്ച് തുടങ്ങിയതിന് ശേഷമാണ്. 2020 തൊട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തി. ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഒരാഴ്ച അത് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. നോക്കിയിട്ട് എങ്ങനെയാണ് കണ്ടിന്യൂ ഒരു 3-4 തവണ BP എടുത്ത് നോക്കാൻ പറഞ്ഞു. ഇപ്പോഴും സെയിം 110/70 അപ്പോൾ ഞാൻ മരുന്ന് കഴിച്ച് ഞാൻ പെട്ടെന്ന് നിർത്തി മരുന്ന്. ഡോക്ടറും പറഞ്ഞു മരുന്ന് നിർത്താൻ പറഞ്ഞു. നിർത്തിയതിന് ശേഷം എനിക്കത് 130, 120, 80 ആ റേഞ്ചിലാണ് പിന്നെ കാണിച്ചത്. പിന്നെ ഇന്ന് വരെ അത് 130 അല്ല 120 അങ്ങോട്ട് കൂടിയിട്ടില്ല. ആ 120, 80, 130, 80 ആ റേഞ്ചിലാണ്. വളരെ നോർമലാണ്. അപ്പോൾ 2 വർഷമായി ഞാൻ മെഡിസിൻ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ 15 കൊല്ലമായിട്ട് അലോപ്പതി മെഡിസിൻ ചെയ്തുകൊണ്ടിരുന്ന BP രോഗം പൂർണ്ണമായിട്ട് മാറി, നോർമലായി കഴിച്ചു തുടങ്ങിയതിന് ശേഷം. അതെ സാർ. മരുന്നുകളൊക്കെ നിർത്തി. അതിനോടനുബന്ധിച്ച് എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് 5-6-7 വർഷമായിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ ഇടയ്ക്ക് എനിക്കൊരു ഇന്റർവെൽ ഒരു 6 മന്ത് കൂടും വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഏതും തരത്തിൽ എന്റെ കിടത്തം ശരിയല്ലെങ്കിൽ അതെന്നെ 1-2 ദിവസം ബുദ്ധിമുട്ടിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഗുളിക കഴിക്കാം, ഡോക്ടർ തന്നിട്ടുള്ള ഗുളിക കഴിക്കായിരുന്നു. അപ്പം അതും ഇപ്പം ഏകദേശം 2 വർഷമായിട്ട് കംപ്ലീറ്റ് എനിക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. അത് ഇപ്പോ ഇയർ ബാലൻസിന് കഴിക്കുമ്പോ അത് കുടിക്കുക മാത്രമാണോ ചെയ്തത്, അതോ ചെവിക്കകത്തിറ്റിക്കോ ഒന്നും ചെയ്തില്ല? കുടിക്കുക മാത്രമേ. അത് ഒരു വിത്തിൻ അവേഴ്സ് അത് മാറുമായിരുന്നു. പിന്നെ എനിക്ക് കാലിന് നീരുണ്ടായിരുന്നു കുറേ കാലങ്ങളായി. കുറേ നേരം നിൽക്കുകയാണെങ്കിൽ, വൈകുന്നേരം വീട്ടിൽ വന്ന് നോക്കുകയാണെങ്കിൽ കാലിങ്ങനെ 2 ആംഗിളിനും നീര് വല്ലാണ്ടുണ്ടായിരുന്നു. അതും പൂർണ്ണമായി മാറി. ഇപ്പം എനിക്ക് 62 വയസ്സായി. സ്റ്റിൽ ആൻഡ് ഫുള്ളി ഹെൽത്തിയാണ്. മരുന്നുകളൊന്നും കഴിക്കുന്നില്ല? ഇല്ല, ഒരു മരുന്ന് ഞാൻ കഴിക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ ഇന്റർവെല്ലിൽ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ഒന്നിനും ഒരു പ്രശ്നമില്ല, നോർമലാണ്. അതെ സാർ. ഓക്കെ, അതിപ്പോൾ വളരെ വലിയൊരു അനുഭവമാണ് നമുക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ BP 15 കൊല്ലമായിട്ട് BP രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആള് മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി. സാമ്പത്തികമായിട്ടുള്ള ചെലവുകളൊന്നും ഇല്ലാതായി. ആരോഗ്യം പൂർണ്ണമായിട്ട്, വേറെ സൈഡ് ഇഫക്റ്റുകളൊന്നും പിന്നീട് വരുന്നില്ല. അതുപോലെ പിന്നെ ഇയർ ബാലൻസ്, അതും പല ആൾക്കാർക്കും ഇപ്പോൾ ഒരു പ്രശ്നമാണ് ഇയർ ബാലൻസ് എന്നുള്ളത്. ആ പ്രശ്നവും പൂർണ്ണമായിട്ട് മാറി. പിന്നെ കാലിന്റെ നീര് വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അതും മാറി. അങ്ങനെ എല്ലാ രോഗങ്ങളും, ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം അദ്ദേഹത്തിന് യൂറിൻ തെറാപ്പി ചെയ്തതിന് ശേഷം മാറി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ജനങ്ങളോട് പറയാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു ദ്രോഹമാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ അനുഭവം തുറന്നു പറയുന്ന സമയത്ത് എത്രയോ ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയാണ്. കാരണം ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്
ഇതിന് അനുഭവസ്ഥരുടെ ഒരു വീഡിയോ തരാമോ എന്നാ ചോദിക്കാം. പക്ഷെ അവർ മാറിയതിൻ്റെ ഒരു വീഡിയോ ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരികയില്ല. അവർക്ക് വീഡിയോ ഇത് സ്വന്തം രോഗം മാറാൻ വേണ്ടിയിട്ട് അവർക്ക് വീഡിയോ വേണം, തെളിവുകൾ വേണം, പലതും ആവശ്യമുണ്ട്. പക്ഷെ അതിന് തിരിച്ച് ഇങ്ങോട്ടൊന്ന് തരാൻ പറഞ്ഞാൽ തരാൻ തയ്യാറാവുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് എല്ലാ ആളുകളും സ്വന്തം അനുഭവം തുറന്നു പറയാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകൂ. അത് എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണ്, അല്ലാതെ നമ്മളുടെ ആരെങ്കിലും ഒരാളുടെ ജോലിയല്ല. തുടങ്ങുന്ന ഒരാളായിരിക്കാം, പക്ഷേ അത് എല്ലാവരും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമേ അതൊരു വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിയൂ. ഓക്കെ, താങ്ക് യു.